ഭൂട്ടാനി ഭാഷയിൽ നുംഖോർ എന്നു പറഞ്ഞാൽ കാർ എന്നാണ് അർത്ഥം. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന ആഡംബര കാറുകൾക്ക് പിന്നിൽ വൻ സാമ്പത്തിക തട്ടിപ്പുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ നുംഖോർ തുടങ്ങിവച്ചത്. 5 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്ക് ഭൂട്ടാൻ പട്ടാളം ഒരുമിച്ച് വിറ്റ വാഹനങ്ങൾ കേരളത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. 200-ലേറെ വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് മാത്രം എത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിയമപരമായ നിരോധനമുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഭൂട്ടാനിൽ നിന്ന് ഈ വാഹനങ്ങളൊക്കെ തന്നെ എത്തിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് ഇതുപോലെ വിൽപ്പന നടത്തിയതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടത്തുന്ന വാഹനങ്ങളും സൈനിക വാഹനങ്ങളെന്ന പേരിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. മാത്രമല്ല, താരതമ്യേന പുതിയ വാഹനങ്ങൾ പഴയ രജിസ്ട്രേഷനിലേക്ക് മാറ്റി വിൻഡാഷ് കാറായി കച്ചവടം നടത്തുന്നതായും വിവരമുണ്ട്. ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. 36 വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റ SUVകൾ, മഹീന്ദ്ര, ടാറ്റ ട്രക്കുകൾ തുടങ്ങിയ വാഹനങ്ങൾ ഇന്ത്യയിലെത്തിച്ച് ഹിമാചൽ പ്രദേശിലെയും മധ്യപ്രദേശിലെയുമൊക്കെ രജിസ്ട്രേഷൻ എടുത്ത് NOC അടക്കം കൈമാറുന്നു. കേരളത്തിലെത്തുന്നവ പിന്നീട് കേരള രജിസ്ട്രേഷനിലേക്കും മാറ്റുന്നു. രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തന്നെ ചെയ്യേണ്ടി വരും. അവരുടെ റോൾ എന്താണ് എന്നുള്ളതനുസരിച്ചായിരിക്കും അവർക്കെതിരെയുള്ള കേസ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ 200% തീരുവ അടയ്ക്കണം. 3 വർഷം പഴക്കമുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ രാജ്യത്ത് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിയുമില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.